പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് സത്യദൈവത്തെ, സർവപ്രപഞ്ചവും ഭൂമിയും ആകാശവും സ്വർഗങ്ങളും സൃഷ്ടിച്ച ഏക സത്യദൈവത്തെ പരിചയപ്പെടുത്തുകയാണ്. അവൻ്റെ നാമം യേശു ക്രിസ്തു യേശു. അവൻ യഹോവയുടെ പുത്രനുമാണ്. യേശു പറഞ്ഞില്ലേ, ഞാൻ പിതാവിലും പിതാവ് എന്നിലും വസിക്കുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നുവെന്ന്. ദൈവ ആത്മാവാണ്. പിതാവാൻ ദൈവ ആത്മാവാണ്, പുത്രനാൻ ദൈവ ആത്മാവാണ്, പരിശുദ്ധാത്മാവാൻ ദൈവ ആത്മാവാണ്. അവർ ജീവിപ്പിക്കുന്ന ആത്മാവാണ്, സ്നേഹമാണ്, സത്യമാണ്, ഏക സത്യ വഴിയാണ്, ജീവനാണ്, വെളിച്ചമാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞാനിയാണ്, സകലത്തിൻ്റെ സൃഷ്ടാവാണ്. പാപത്തിൽ വീണ മാനവരാശിയെ രക്ഷിപ്പാനായി തൻ്റെ സ്വസാദൃശ്യത്തിൽ നിർമ്മിച്ച മാനവരാശിയെ രക്ഷിപ്പാനായി ദൈവം തൻ്റെ പുത്രനാം യേശുവിനെ ഈ ലോകത്തിൽ കന്യാജന്മം എടുത്ത് 33 തിരുവയസ്സിൽ കാൽവറി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് തിരുവെഴുത്തിൻ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനെ പെന്തക്കോസ്ത് ദിനത്തിൽ തൻ്റെ ശിഷ്യഗണങ്ങളിന്മേൽ അയച്ച് ഈ ഭൂമിയിലേക്ക് അയച്ച് സുവിശേഷത്തിൽ കൂടി സകല ലോകരെയും സകല മനുഷ്യരെയും, അതെ, ക്രിസ്തുയേശുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന സകല മനുഷ്യരെയും രക്ഷിപ്പാനായി വിശ്വസിച്ച്, അതായത് കർത്താവിനെ യേശു ദൈവപുത്രനെന്നും അവൻ നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റുവെന്നും അവനെ കർത്താവും രക്ഷകനുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിത്യജീവൻ സൗജന്യമായി ലഭിക്കും. അവൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. അവൻ ദൈവമക്കൾ, അവൻ ദൈവമകൻ അല്ലെങ്കിൽ ദൈവമകളെന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച്, ഹൃദയത്തിലേക്ക് രക്ഷിതാവായി സ്വീകരിച്ച് യേശു പറഞ്ഞു, കണ്ടാലും ഞാൻ നിൻ്റെ ഹൃദയമോ കവാടത്തിൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടുകൂടി അവൻ എന്നോടുകൂടെയും അത്താഴം കഴിക്കും. യേശു സർവ്വവ്യാപിയായ ദൈവമാണ്. താങ്കളുടെ ചാരയും ഹൃദയകവാടത്തിൽ മുട്ടി വിളിക്കുന്നു. താങ്കൾ ഇതുവരെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇത് തന്നെ രക്ഷാസമയം. അടുത്ത നിമിഷം താങ്കളോ ഞാനോ ജീവിച്ചിരിക്കുമെന്ന് അറിയാൻ ഒക്കത്തില്ല. ഇപ്പോഴും ആറ്റം ബോംബ് വന്ന് വീഴുന്നെന്നോ റാപ്ചർ നടക്കുന്നത്, അതായത് കർത്താവിൻ്റെ മധ്യാകാശ വരവ് തൻ്റെ കുഞ്ഞുങ്ങളെ സഭയെ ചേർക്കാൻ കൃപാവരം ഷട്ടപ്പായി പോകും. അത് ഏത് നിമിഷവും സംഭവിക്കാവുന്നൊരു കാര്യമാണ്. ഏത് നിമിഷവും സംഭവിക്കാവുന്നൊരു കാര്യമാണ് റാപ്ചർ. ഒരു മനുഷ്യനും അറിയുന്നില്ല, ഈവൻ ദൈവപുത്രനും അറിയുന്നില്ല. പിതാവാൻ ദൈവം മാത്രം ആ സമയം അറിയും. പിതാവ് പുത്രനോട് കൽപ്പിക്കും, പോയി ചേർത്തുകൊള്ളുക മകനെ, നിൻ്റെ മക്കളെ, അതായത് എൻ്റെ മക്കളെ. ക്രിസ്തുയേശുവിൽ പിതാവാൻ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാം. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹോദരങ്ങളെന്ന് വിളിക്കുന്നു. വി ആർ ബ്രദേഴ്സ്. ജീസസ് ആൻഡ് വി ബിലീവേഴ്സ് ആർ ബ്രദേഴ്സ് ആൻഡ് അവർ ഫാദർ. യേശുവിൻ്റെ പിതാവും നമ്മുടെ പിതാവുമായൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. യഹോവയാണ് ദൈവം, യാഹ്വേ ദ ഫാദർ. യേശു നമുക്ക് പിതാവാണ്. അവനാണ് യേശു നമുക്ക് പിതാവാണ്. അവൻ ദൈവത്തിന് ദൈവമാണ്. പിതാവാൻ ദൈവം. ഇബ്രായർ 1:8 പുത്രനെ വിളിക്കുന്നു ദൈവമേ. യഹോവയാണ് സത്യദൈവം. യഹോവ സാക്ഷികളുണ്ട്, അവർ യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ല. അപ്പോൾ അവർ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന വേദപുസ്തകം തന്നെ വിളിച്ചു പറയുന്നു. ഇബ്രായർ 1:8 പിതാവാൻ ദൈവം പുത്രനെ വിളിക്കുന്നു. അവൻ പുത്രനോടോ, ദൈവമേ നിൻ്റെ സിംഹാസനം എന്നേക്കുള്ള രാജ്യത്ത് എന്നേക്കുള്ളതെന്ന് ഇബ്രായർ 1:8 തുറന്നു വായിക്കണം. യഹോവ സാക്ഷികളും സത്യവേദപുസ്തക ദൈവജനമാണെന്ന് കൈപിടിച്ച് അവർ പറയുകയും ചെയ്യും. അവരെന്നിട്ട് യേശുവിനെ ദൈവമല്ലെന്ന് തിരസ്കരിക്കുകയും ചെയ്യും. വെരി ഡേഞ്ചറസ്. യേശുവിന് ദൈവവും ദൈവത്തിന് ദൈവവും അവൻ്റെ ദൈവത്തിന് പുത്രനുമാകുന്നു. ഹല്ലേലൂയ. സകല സൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സകലത്തെ നിർമ്മിച്ചവനാകുന്നു യേശു. താൻ മുഖാന്തരം സകല ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം എടുത്ത് വായിച്ചു നോക്കിയാൽ കാണാം. പ്രിയ സഹോദരങ്ങളെ, യേശു മാത്രമാണ് ദൈവം. അവൻ ഈ ലോകത്തിലെ ദൈവമെന്ന് പറയുന്ന സകല ദൈവങ്ങളെയും, മനുഷ്യ ദൈവങ്ങളെയും അല്ലാത്ത ദൈവങ്ങളെയും ആത്മദൈവങ്ങളെയും സൃഷ്ടിച്ചവനായ കർത്താവാണ് യേശു.
സർവാധികാരി, സർവശക്തൻ, സർവ്വവ്യാപി, സർവജ്ഞാനി. അവൻ വേഗം വരും. തൻ്റെ സഭയെ ചേർത്ത് മധ്യാകാശത്തിലേക്ക് തന്നെ ഞാൻ റാപ്ചർ കർത്താവിൻ്റെ തൻ്റെ ജനങ്ങളെ ചേർക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം കണ്ണാൽ കണ്ടതാണ്. ഹല്ലേലൂയ. എന്നെ ദർശനത്തിൽ മധ്യാകാശത്തിൽ കർത്താവിൻ്റെ മുഖാമുഖം ഞാൻ നിങ്ങളെ കാണുന്നത് പോലെ കണ്ടതാണ്. ഹല്ലേലൂയ. എതിർ ക്രിസ്തുവിൻ രംഗപ്രവേശനം കണ്ടതാണ്. 1000 ആണ്ട് വാഴ്ച ഈ എതിർ ക്രിസ്തുവിൻ്റെ 7 വർഷ റൂളിങ് കഴിയുമ്പോൾ, ഭരണം കഴിയുമ്പോൾ കർത്താവ് 1000 ആണ്ട് ഈ ഭൂമി വാഴും തൻ്റെ ജനങ്ങളോടൊത്ത്, തൻ്റെ മക്കളായ നമ്മളോടൊത്ത്. അതിനുശേഷം 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം തീ കൊണ്ട് ഈ ഭൂമിയെ ശുദ്ധീകരിക്കും. അതിനുശേഷം സ്വർഗത്തിൽ പിതാവിൻ്റെ ഭവനത്തിൽ അവിടെ സ്ഥലം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ആ മനോഹരഹർമ്മ്യം പുതിയ ഭൂമിയിലേക്ക് ദൈവം ഇറക്കും. ആ പുതിയ ഭൂമി, പുതിയ ആകാശത്തിൽ ആ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന്, പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഇറക്കുന്ന ആ മനോഹരഹർമ്മ്യത്തിൽ നാം എന്നേക്കും വസിക്കും. രാജാതി രാജൻ, കർത്താതി കർത്താവിനോടുകൂടി, തൻ്റെ മക്കളോടുകൂടി, നിത്യാനന്ദത്തോടുകൂടി നിത്യാനന്ദം നമ്മൾ വസിക്കും. നിത്യാനന്ദത്തോട് കർത്താവിനോടുകൂടി വസിപ്പാൻ ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നു. ആകാശത്തെങ്കിലും ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഏക സത്യ ദൈവവചനം ഹോളി ബൈബിൾ മാത്രമാണ്. ബാക്കിയെല്ലാം മിഥ്യാവചനങ്ങളാണ്. ഹല്ലേലൂയ. കുറേ ഭാഗം അംശം സത്യവും ചേർക്കും, ബാക്കിയെല്ലാം മിഥ്യയും ചേർക്കും. അതാണ് മറ്റുള്ള വചനങ്ങളുടെ, ദൈവവചനമെന്ന് പറയുന്ന വചനങ്ങളുടെ കാര്യം. സകല യേശുക്രിസ്തു ഒഴികെയുള്ള സകല സത്യവേദപുസ്തകത്തിലുള്ള ദൈവമല്ലാതെ യേശുവല്ലാതെ ഉള്ള സകല ദൈവങ്ങളും ഫ്രം ദ ഡെവിൾ. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ അവരെ ആരെ വിളിച്ച് അപേക്ഷിച്ചാലും അത്ഭുതവും അടയാളങ്ങളും രോഗശാന്തിയും ഒക്കെ നടന്നെന്ന് വരും. പക്ഷേ നിത്യജീവൻ തരുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. ആമേൻ. ആകയാൽ ഈ സത്യത്തെ മുറുകെ പിടിക്കുക, യേശുവിനെ മുറുകെ പിടിക്കുക. നമ്മുടെ മരുഭൂയാത്രയിൽ പ്രത്യാശയോടെ മുന്നേറുക. അവനെ ചുംബിച്ചു കൊള്ളുക. അവൻ നമ്മെ രക്ഷിക്കും. അവൻ നമ്മെ സൗഖ്യമാക്കും. നമ്മുടെ കരുണയും സ്നേഹവും ഉള്ള ദൈവമാണ്. നമുക്ക് വേണ്ടി വളരെ വിചാരിക്കുന്ന ദൈവമാണ്, കരുതുന്ന ദൈവമാണ്, സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകില്ല, ഉപേക്ഷിക്കില്ല എന്ന് യേശുവപ്പൻ പറഞ്ഞു. ഹല്ലേലൂയ. ആകയാൽ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാം. പ്രത്യാശയോടെ വരവിന് വേണ്ടി നമുക്ക് നോക്കി പാർക്കാം. ഹല്ലേലൂയ. ഈ സുവിശേഷം കേട്ടിട്ടില്ലാത്തവർക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാം. സൗജന്യമായി അവരും രക്ഷ പ്രാപിക്കട്ടെ. അല്ലെങ്കിൽ അവർ നിത്യമായി നശിച്ചു പോവുകയില്ലേ. ഈ ഭൂമിയുടെ വരപ്പിലുള്ള സകല മനുഷ്യരോടും സുവിശേഷം അറിയിക്കാനുള്ള ആ നിയോഗം തൻ്റെ മക്കളെ രക്ഷിക്കപ്പെട്ട തൻ്റെ ദൈവമക്കളിലാണ് വസിക്കുന്നത്. ഞാൻ നിങ്ങളെ അനാഥര ശിഷ്യരാണ് നാം. ആമേൻ. വി ആർ ഡിസൈപ്പിൾസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. വി ആർ ദ അപ്പോസ്റ്റൽസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. പ്രൊക്ലെയിം ദ സാൽവേഷൻ. അതിൽ പ്രായഭേദമന്യേ പറഞ്ഞുകൊള്ളുക. ഏതൊരു കുട്ടിയും ഒരു ഡോക്ടറേറ്റ് പ്രാപിച്ചവനും ആര് പറഞ്ഞാലും ഹല്ലേലൂയ, ദൈവവചനത്തിന് ഒരേ ശക്തിയാണ്. ആമേൻ. ആകയാൽ ലെറ്റ് us proclaim the gospel to every human being. Hallelujah. And to all the creation. നിങ്ങൾ സകല സൃഷ്ടിയോടും ഈ രക്ഷയെക്കുറിച്ച് സംസാരിപ്പിക്കും എന്നല്ലേ യേശു കർത്താവ് പറഞ്ഞു. ആകയാൽ നമുക്ക് പറയാം, കർത്താവിന് വരവ് വേണ്ടി ഒരുങ്ങാം, കർത്താവിന് സുവിശേഷം അറിയിക്കാം. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലസ് യു. യേശു ക്രിസ്തുവിൻ്റെ നല്ല ചില സാക്ഷികളുണ്ട്. ടൈറ്റസ് തായപ്പൻ, ഡോക്ടർ ഡാനിയൽ ഷായസ്തേൽ, നസീല ബീബി, DGS ദിനകരൻ ആൻഡ് ഡോക്ടർ ജോർജ് കോവൂർ എന്നിവരുടെ സിസ്റ്റർ മായ ശിവകുമാർ, ഇവരുടെയൊക്കെ സാക്ഷ്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ വളരെ അനുഗ്രഹമായിരിക്കും. ഗോഡ് ബ്ലസ് യു. ഇൻ ജീസസ് നെയിം. ആമേൻ.